എല്ലാവർക്കും നമസ്കാരം. JPHN എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. സിലബസിൻ്റെ ഫസ്റ്റ് ഏരിയ വന്നിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ്. 17 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഹെൽത്ത് പ്രാക്ടീസസ് നോക്കാം, അതുപോലെ തന്നെ ഹെൽത്ത് ഓർഗനൈസേഷൻസ്, ഹെൽത്ത് പ്രോബ്ലംസ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ എന്താണ്, കമ്മ്യൂണിറ്റി നീഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. ഇതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻസ് വരുന്നത് മിക്കവാറും ക്വസ്റ്റ്യൻസ് നമുക്ക് ഹെൽത്തിൻ്റെ കമ്പോണൻസ് ചോദിക്കാം, ഹെൽത്ത് ഓർഗനൈസേഷൻസ് ചോദിക്കാം, ഓർഗനൈസേഷൻ ഫോം ചെയ്ത ഇയേഴ്സ് ചോദിക്കാം, അതുപോലെ തന്നെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അതിൻ്റെ ഇയേഴ്സ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാംസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ എന്താണ്, സബ് സെൻ്റർ, CHC, PHC ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ എത്ര ഏരിയ കവർ ചെയ്യുന്നു, റൂറൽ ഏരിയയിലാണെങ്കിൽ എത്ര ഏരിയ കവർ ചെയ്യും, അതുപോലെ തന്നെ അർബൺ ഏരിയയിൽ എത്ര ഏരിയ കവർ ചെയ്യും, എത്ര ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാവും, ഈ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ റോൾ എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കും. രണ്ടാമത്തെ പാർട്ടെന്ന് പറയുമ്പം ഹെൽത്ത് പ്രൊമോഷനാണ്, 17 മാർക്ക്. അതിൽ ഫസ്റ്റ് പാർട്ട് ന്യൂട്രീഷനാണ്. അപ്പം നമ്മൾ വൈറ്റമിൻ, മിനറൽസ് പോലുള്ള ന്യൂട്രീഷ്യൻസിൻ്റെ പ്രാധാന്യം, അതുകൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ്, അതെങ്ങനെ അസസ് ചെയ്യും, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ വരുന്നത് ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് ലാർജസ്റ്റ് ഓർഗൻ ചോദിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗ്ലാൻസുകൾ ചോദിക്കാം, ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഹ്യൂമൻ ബോഡി ഹൈജീൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പിന്നെ വരുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനും മെൻ്റൽ ഹെൽത്തുമാണ്. എൻവയോൺമെൻറ്റൽ സാനിറ്റേഷനിൽ നിന്ന് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. സേഫ് വാട്ടർ, വേസ്റ്റ് എക്സ്ക്രീറ്റ വേസ്റ്റ് ഡിസ്പോസൽ മിക്ക എക്സാമിനും റിപ്പീറ്റഡായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ റോൾ എന്താണ്, വേസ്റ്റ് ഡിസ്പോസൽ നമ്മൾ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം, മാലഡ്ജസ്റ്റ്മെൻറ്റ്സ്, മെൻ്റൽ ഇൽനെസ്, ഏതൊക്കെ ടൈപ്പ് ഇൽനെസ് ഉണ്ട്, ഓൾഡ് ഏജ് കെയർ എങ്ങനെ കൊടുക്കും. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് കെയർ, പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഹെൽത്താണ്. ഇതിൽ ഇൻഫെക്ഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അങ്ങനെയുള്ള ടോപ്പിക്സാണ് വരുന്നത്. കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി മാർക്ക് കിട്ടുന്നൊരു ഏരിയയാണ്. ഡിസീസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം, അതിൻ്റെ കമ്പോണൻസ് നോക്കാം, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ, ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് നോക്കാം, ഇമ്മ്യൂണിറ്റിയിൽ ഇമ്മ്യൂണോഗ്ലോബുലൻസ് നോക്കാം, ഡിഫൻസ് മെക്കാനിസം, ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പഠിച്ചു വെക്കാം. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വാക്സിൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. വാക്സിൻ്റെ സ്റ്റോറേജും ട്രാൻസ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എവിടെയൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നു, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വാക്സിൻ ഏതാണ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ സ്പെസിമെൻ്റെ കളക്ഷൻ, ഡിസിൻഫെക്ഷനും സ്റ്റെറിലൈസേഷൻ, വീണ്ടും നമുക്ക് വേസ്റ്റ് ഡിസ്പോസൽ വരുന്നുണ്ട്, ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസൽ വരുന്നുണ്ട്. അപ്പം ഏതൊക്കെ കളർ കോഡാണെന്നുള്ളത് നോക്കി വയ്ക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസിനെ പറ്റി പറയുമ്പം നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നും എങ്ങനെയൊക്കെ പകരുമെന്നും അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കി പോകാൻ പറ്റും. അടുത്തത് ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ഓരോ സിസ്റ്റവും കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ സിലബസ് പോയിരിക്കുന്നത്. അപ്പം എല്ലാത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പോകണം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കൂടുതലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. ടൈപ്സ് ഓഫ് ഫീവർ ചോദിക്കാം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി റേറ്റ്, ടൈപ്പ് ഓഫ് പെയിൻ ചോദിക്കാം, ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനെ കുറിച്ച് ചോദിക്കാം, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് CPR ചോദിക്കാം, ഹാർട്ട് റേറ്റ് ചോദിക്കാം, ഒരു സയൻറ്റിഫിക് ടേംസ് തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം, മെറ്റബോളിക് അസിഡോസിസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, മെറ്റബോളിക് ഡിസീസിനെ പറ്റി ചോദിക്കാം. ഹെൽത്ത് പ്രൊമോഷൻ്റെ കാര്യം പറഞ്ഞപ്പം വിട്ടുപോയൊരു പോയിൻ്റുണ്ട്, പ്രിമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി പ്രിവെൻഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടെയാണ് ആ ഒരു ടോപ്പിക്ക്. അടുത്ത ടോപ്പിക്ക് എന്ന് പറയുന്നത് പ്രൈമറി മെഡിക്കൽ കെയറും ഫസ്റ്റ് എയ്ഡ് ആൻഡ് റെഫറലുമാണ്. പ്രൈമറി മെഡിക്കൽ കെയറിൽ നമ്മൾ ഡ്രഗ്സിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക, ഡ്രഗ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ഏതൊക്കെ റൂട്ടിൽ അഡ്മിനിസ്റ്റർ ചെയ്യും, ഏതൊക്കെ ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്, ഈ ഡ്രഗ്സ് കൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്ട്സുകൾ, കോമൺ എമർജൻസി മെഡിക്കേഷൻസ്,
അതിനകത്ത് തന്നെ അഡ്രിനാലിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഏജ് കാറ്റഗറൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഏജിലുള്ളവർക്ക് എത്രയൊക്കെ ഡോസ് വെച്ചിട്ട് കൊടുക്കും, എങ്ങനെയൊക്കെ ഏതൊക്കെ റൂട്ടിലൂടെ കൊടുക്കും എന്നുള്ളത് നോക്കി വെക്കുക. ഫസ്റ്റ് എയ്ഡും അതിൻ്റെ റെഫറൽ മാനേജ്മെൻറ്റും നോക്കണം. ഫസ്റ്റ് എയ്ഡിനകത്ത് തന്നെ സ്നേക്ക് ബൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അത് ഫ്രോസൺ ബൈറ്റിൽ എന്തൊക്കെ ചെയ്യും, അങ്ങനെയുള്ള ഓരോ ടൈപ്പിനും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ സ്പെഷ്യൽ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫ്രാക്ചേഴ്സിൻ്റെ ടൈപ്പ് നോക്കാം. ഫ്രാക്ചർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. അടുത്തത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ആണ്. 13 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പ്രധാനമായിട്ടും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ന്യൂട്രീഷൻ ഓഫ് ഇൻഫൻറ്റ് ആൻഡ് ചൈൽഡ്, ബ്രസ്റ്റ് ഫീഡിങ് നോക്കി വയ്ക്കാം. ചിൽഡ്രൻസിൻ്റെ റൈറ്റ്സ്, സിക്ക് ചൈൽഡിനെ എങ്ങനെ കെയർ ചെയ്യും, സ്കൂൾ ചിൽഡ്രൻസ്, അഡോൾസെൻ്റ് ഗേൾസ് കെയറൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മെൻസ്ട്രേഷൻ്റെ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം. ന്യൂട്രീഷൻസ്, കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങും കോംപ്ലിമെൻ്ററി ഫീഡിങ്ങും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് ചോദിക്കാം. അതേപോലെ തന്നെ കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഓരോ ഏജ് വൈസിലും അവർക്ക് എത്രത്തോളം വെയിറ്റ് വേണം, ഹൈറ്റ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അവരുടെ മിഡ് ആൻഡ് സർക്കംഫറൻസ് നോക്കുന്ന ആ ഒരു മെത്തേഡിൻ്റെ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ കൂടുതലും ചോദിച്ചു വരുന്നത്. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ മിഡ്വൈഫറിയാണ്. 27 മാർക്കിനാണ് ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം, ഫീമെയിൽ പെൽവിസ്, ഫീറ്റൽ സ്കള്ള്, പ്ലാസൻഡ, ഫീറ്റസ്, നോർമൽ പ്രഗ്നൻസി, ആൻറ്റിനേറ്റൽ കെയർ, നോർമൽ ലേബർ, അങ്ങനെ ഒത്തിരി ടോപ്പിക്സാണ് ഇതിൽ നമ്മൾ കവർ ചെയ്യേണ്ടി വരുന്നത്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പെൽവിസിനെ കുറിച്ച് പഠിച്ചു വച്ചേക്കുക, പ്ലാസൻഡ, അതുപോലെ തന്നെ നോർമൽ പ്രഗ്നൻസിയിലുണ്ടാവുന്ന സയൻസ് അത് നോക്കി വയ്ക്കുക. ആൻറ്റിനേറ്റൽ കെയർ നമ്മൾ എത്ര ആൻറ്റിനേറ്റൽ കെയർ കൊടുക്കുന്നു, എപ്പോഴൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. നോർമൽ ലേബറിൻ്റെ സ്റ്റേജസ് നോക്കി വയ്ക്കാം. നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ പീരിയഡ്, പ്രിപ്പയർ ചെയ്യ പീരിയഡിന് നമ്മൾ എങ്ങനെ കെയർ കൊടുക്കുമെന്നും, ന്യൂ ബോണിന് എങ്ങനെ കെയർ കൊടുക്കുമെന്നും, ന്യൂ ബോൺസിൻ്റെ റിഫ്ലക്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഹൈ റിസ്ക് ന്യൂ ബോൺസിന് വേണ്ടിയിട്ടുള്ള കെങ്കാരു മദർ കെയർ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഹൈ റിസ്ക് പ്രഗ്നൻസി എന്താണെന്നുള്ളതും അതിനകത്ത് ഏതൊക്കെ കണ്ടീഷൻസാണ് വരുന്നത്, പ്രഗ്നൻസിയിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് എന്താണ്, അബോഷൻസിൻ്റെ ടൈപ്പ്, അതേപോലെ തന്നെ നമുക്ക് റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റും സെക്ഷലി ട്രാൻസ്മിറ്റഡുമായിട്ടുള്ള ഡിസീസ് ഏതൊക്കെയാണ്, അത് പരത്തുന്ന ഇൻഫെക്ഷൻ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, HIV, എയ്ഡ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഇൻഫെർട്ടിലിറ്റിയിലും നമുക്കത് പല ടൈപ്പിലുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡുണ്ട്. ഗിഫ്റ്റൊക്കെ പോലെയുള്ളത്, അതൊക്കെ ഏതാണെന്നും അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്നും നോക്കി വെക്കുക. പിന്നെ വരുന്നത് ഇതൊരു 6 മാർക്ക് കിട്ടാനായിട്ടുള്ളൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഹെൽത്ത് സെൻറ്റർ മാനേജ്മെൻറ്റാണ് അതിനകത്ത് വരുന്നത്. സബ് സെൻറ്റർ എന്താണെന്നും, സ്റ്റോക്കിൻ്റെ മെയിൻ്റനൻസ്, കോർഡിനേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, പിന്നെ അല്ലാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കുറച്ച് നോളജ്. ഇത്രയും ഏരിയാസാണ് നമ്മുടെ സിലബസിൽ കവർ ചെയ്യേണ്ടത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് വർക്ക് ചെയ്ത് നോക്കുക. ടൈം കിട്ടുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വീഡിയോസായിട്ട് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസായിട്ട് വീഡിയോ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.